നമ്മൾ പിശുക്കൻ എന്ന് പറയില്ല, കേട്ടില്ലേ? ഇംഗ്ലീഷിൽ അതിന് മൈസർ എന്ന് പറയും. പിശുക്കനെ സംബന്ധിച്ചിടത്തോളം ഉപേക്ഷിക്കാൻ ഒന്നും ഉണ്ടാവില്ല. ശ്രദ്ധിച്ചാൽ അറിയാം. ഒരു പിശുക്കനെ സംബന്ധിച്ചിടത്തോളം ഉപേക്ഷിക്കാൻ ഒന്നും ഉണ്ടാവില്ല. എൻ്റെ ഡിക്ലറേഷനാണ്, അടിവര. ഞാൻ അങ്ങനത്തെ വാചകങ്ങൾ അങ്ങനെ തന്നെ പറയും. ഇതെൻ്റെ ഡിക്ലറേഷനാണ്, ഇത് നിങ്ങൾക്ക് ഗണ്ണിക്കാം, അതിന് തെറ്റില്ല. കാരണം വാദങ്ങൾ വേണമല്ലോ. നിങ്ങൾ ഏത് പിശുക്കനെടുത്താലും ആ പിശുക്കൻ്റെ വീട്ടിൽ നിങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാം, ഒന്നും ഉപേക്ഷിക്കേണ്ടതായിട്ടുണ്ടാവില്ല. എൻ്റെ വീട്ടിൽ എനിക്ക് എല്ലാം ഉപേക്ഷിക്കാനുള്ളതാണ് കാണുന്നത്. രണ്ട് കാഴ്ചകളാണിതിൽ. എൻ്റെ വീട്ടിൽ ഞാൻ നോക്കുന്ന എല്ലാം ഉപേക്ഷിക്കാനുള്ളതാണ്. ബുദ്ധൻ പറഞ്ഞു, നിങ്ങളുടെ ആസക്തിയുടെ ആഴം നിങ്ങൾക്ക് അറിയണമെങ്കിൽ നിങ്ങളുടെ കൈവശം വെച്ചിരിക്കുന്ന സാധനങ്ങളുടെ ലിസ്റ്റ് തയ്യാറാക്കാനാണ് പറയുന്നത്. എന്താണ് ബുദ്ധൻ പറഞ്ഞത്? നിങ്ങളുടെ ആസക്തിയുടെ ആഴം അറിയണമെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾ കൂട്ടിവെച്ചിരിക്കുന്ന വസ്തുക്കളുടെ ലിസ്റ്റ് തയ്യാറാക്കാനാണ് പറഞ്ഞത്. അങ്ങനെ നിങ്ങളൊരു ലിസ്റ്റ് തയ്യാറാക്കുന്ന സമയത്ത് അതിൽ നിങ്ങൾക്ക് കാണാം, ആവശ്യമുള്ളതിൻ്റെ ഇരട്ടിയുടെ ഇരട്ടിയായിരിക്കും ആവശ്യമില്ലാത്ത കാര്യങ്ങൾ. നിങ്ങൾ ഇന്ന് വീട്ടിൽ പോയി ശ്രദ്ധിക്കുക. നിങ്ങൾ വീട്ടിൽ കൂട്ടിവെച്ചിരിക്കുന്ന ഓരോ സംഗതികളും നിങ്ങൾക്ക് ആവശ്യം ഉള്ളതായിരിക്കില്ല. ആവശ്യമുള്ളത് വളരെ ചുരുക്കമേ ഉണ്ടാവുള്ളൂ. ഒരു മനുഷ്യന് ദൈനംദിന ജീവിതത്തിൽ അവൻ്റെ ജീവിതം മുഴുവനും അവൻ ജീവിച്ച് തീർക്കുന്നത് വരെ അവൻ്റെ കൈവശം കുറച്ച് സാധനങ്ങൾ മതി. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, അല്ലേന്ന്? ബാക്കി എല്ലാ സാധനങ്ങളും വേസ്റ്റാണ്. ആസക്തിയുടെ ആഴം അറിയണമെങ്കിൽ വളരെ സിമ്പിൾ ടെക്നിക്കാണ് ബുദ്ധൻ പറഞ്ഞു തന്നത്. അപ്പോൾ പിന്നെ എങ്ങനെയാണ് നമുക്ക് ഉപേക്ഷിക്കാൻ സാധിക്കുക എന്നുള്ളതാണ് അടുത്ത ക്വസ്റ്റ്യൻ. ഉപേക്ഷിക്കണമെങ്കിൽ നമ്മൾക്ക് മനസ്സിലാക്കണം. നമ്മൾ ഉപേക്ഷിക്കണമെങ്കിൽ മനസ്സിലാക്കണം. എന്ത് മനസ്സിലാക്കണം? എൻ്റെ ആവശ്യങ്ങൾ എന്താണ്, എൻ്റെ അനാവശ്യങ്ങൾ എന്താണ്? ഇതിൽ നിന്ന് നിങ്ങൾ വിചിന്തനം നടത്തണം. നിങ്ങൾ കണ്ണടച്ചിരിക്കണം. നിങ്ങൾ ഈ ഭൂമിയിലുള്ള എല്ലാ വസ്തുക്കളെയും കുറിച്ച് ബോധവാനാവുക. എല്ലാ വസ്തുക്കളെക്കുറിച്ചും നിങ്ങളെക്കുറിച്ച് ബോധവാനാവുക. നിങ്ങളുടെ ശരീരത്തിലുള്ള വസ്തുക്കളെക്കുറിച്ച് ബോധവാന്മാരാവുക. അങ്ങനെ നിങ്ങൾ പൂർണ്ണമായി ഒരു ധ്യാനത്തിലേക്ക് പോവുക. അങ്ങനെ ധ്യാനത്തിൽ പോകുന്ന സമയത്ത് നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കലി, വളരെ സ്വാഭാവികമായി നിങ്ങൾക്ക് ഉപേക്ഷിക്കേണ്ടതായിട്ടുള്ള വസ്തുക്കളെക്കുറിച്ചുള്ള ധാരണയും ബോധവും വരും. നിങ്ങളുടെ ടെൻഡൻസി എന്താണെന്നുള്ളതാണ് അവിടെ ചോദ്യം. നിങ്ങൾ എന്താണ് ഉദ്ദേശിക്കുന്നത്? ഉപേക്ഷിക്കാൻ തയ്യാറായി നിൽക്കുന്ന ആളാണോ നിങ്ങൾ? അതല്ല, എന്താണ് ഉപേക്ഷിക്കേണ്ടതെന്ന് അറിയാത്ത വ്യക്തിയാണോ നിങ്ങൾ? അങ്ങനെയാണെങ്കിൽ ഉപേക്ഷിക്കാൻ തയ്യാറായി എല്ലാ ദിവസവും അരമണിക്കൂർ കണ്ണടച്ചിരിക്കുക. വേറെ ഒന്നും വേണ്ട. ദൈവത്തിനോടുള്ള യാചന വേണ്ട, ദൈവത്തോടുള്ള പ്രാർത്ഥന വേണ്ട. നിങ്ങൾക്ക് നിങ്ങളെ കണ്ടെത്താനുള്ള ഒരു ചെറിയ മാർഗം മൗനമായിരിക്കുക എന്നുള്ളതാണ്. അത് ബുദ്ധൻ്റെ സദസ്സിൽ ബുദ്ധൻ തെളിയിച്ചതാണ്. സാരിപുത്തൻ എന്ന ശിഷ്യൻ തെളിയിച്ചതാണ്. മൗനമായി ഇരിക്കുക എന്നുള്ളതാണ് സംഗീതത്തെക്കാൾ ഭംഗിയുള്ളത്. അത് ജീവിതത്തെക്കാൾ ഭംഗിയുള്ളതാണ് മൗനം. യഥാർത്ഥത്തിൽ മൗനം എന്ന് പറയുന്നത് യഥാർത്ഥത്തിലൊരു സംഗീതം തന്നെയാണ്. ആ മൗനത്തിൻ്റെ ഭാഷ നിങ്ങൾക്ക് മനസ്സിലാവണമെങ്കിൽ നിങ്ങൾ അനേക സമയത്ത് മൗനിയായിരിക്കണം. മൗനത്തിൻ്റെ സൗന്ദര്യം നിങ്ങൾക്കറിയണമെങ്കിൽ നിങ്ങൾ മൗനമായി തന്നെ ഇരിക്കണം. മൗനത്തിലുള്ള നിശബ്ദതയെ തിരിച്ചറിയുന്നതാണ് യഥാർത്ഥ മൗനം. മൗനത്തിലൊരു നിശബ്ദതയുണ്ട്, മൗനത്തിലൊരു ശബ്ദമുണ്ട്. ആ ശബ്ദത്തെ തിരിച്ചറിയണം. യഥാർത്ഥത്തിൽ നിങ്ങളുടെ ഉള്ളിലുള്ള എല്ലാ പുറത്തുള്ള പ്രവർത്തനത്തെക്കാൾ കൂടുതൽ കാര്യക്ഷമമായി പ്രവർത്തിക്കുന്നത് നിങ്ങളുടെ ഉള്ളിലാണെന്നുള്ള ബോധം നിങ്ങൾ തിരിച്ചറിയണം. സദാസമയവും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന നിങ്ങളുടെ തലച്ചോറ്, സദാസമയവും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന നിങ്ങളുടെ ഹൃദയം, സദാസമയവും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന നിങ്ങളുടെ ശരീരത്തിൻ്റെ മറ്റു കോശങ്ങൾ, സദാസമയവും ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന കോശങ്ങൾ, സ്ഥിതി ചെയ്യുന്ന കോശങ്ങൾ, സംഹരിക്കപ്പെടുന്ന കോശങ്ങൾ,
ഇതിൻ്റെയൊക്കെ ഭാവന നിങ്ങളുടെ ഉള്ളിലേക്ക് കടന്നു വരണം. ആ ഭാവന കടന്നു വരുമ്പോൾ മൗനത്തിൻ്റെ സൗന്ദര്യം നിങ്ങൾക്ക് ആസ്വദിക്കാൻ കഴിയും. അങ്ങനെ ആസ്വദിക്കുന്ന സമയത്ത്, ആ സൗന്ദര്യത്തെയും കൂടെ ആസ്വദിക്കുന്ന സമയത്താണ് നിങ്ങൾക്ക് എന്താണ് ഉപേക്ഷിക്കേണ്ടതെന്നുള്ള തിരിച്ചറിവുണ്ടാവുന്നത്.